صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقت الجن والإنس إلا ليعبدون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ ജീവിതം മരിക്കുന്നത് വരെ സൽക്കർമ്മനിരതമായി നിലനിർത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇഹത്തിലും പരത്തിലും നേടിയെടുക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നഷ്ടപ്പെടാത്ത ജാഗ്രത മരിക്കുവോളം നിലനിർത്തുന്ന മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഇസ്ലാമിക സമൂഹത്തിലും അതേപോലെ തന്നെ ഇസ്ലാമികേതര സമൂഹങ്ങളിലുമൊക്കെ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെയും അപസർപ്പക കഥകൾ, അതിശയോക്തികൾ, പിശാച്, സാത്താൻ, ജിന്ന് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചൂഷണങ്ങൾ, അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഇസ്ലാമിക സമൂഹത്തിൽ പലർക്കും സാമ്പത്തിക നഷ്ടവും സാൻമാർഗിക നഷ്ടവും അതിലുപരിയായിക്കൊണ്ട് ജീവഹാനി വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തുടർ സംഭവങ്ങളായ റിപ്പോർട്ടുകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയൊക്കെ ചൂഷകന്മാർ ഉപയോഗപ്പെടുത്തുന്ന പദമാണ് ജിന്ന്, ഷെയ്ത്താന്, പിശാച്, അങ്ങനെയുള്ള സേവകൾ, കൂടോത്രങ്ങൾ, നാക്കേറ്, കണ്ണേറ്, ഇങ്ങനൊക്കെ തുടങ്ങി കേരളീയ സമൂഹത്തിന് പരിചിതമായ പദാവലികൾ പല സമുദായങ്ങളും സമൂഹങ്ങളും മതവിഭാഗങ്ങളും അതാത് മതവിഭാഗങ്ങളിലെ ചൂഷകന്മാരുമൊക്കെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലം ഏറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും എത്രമേൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ടെക്നോളജികളും സമ്പന്നമാണെങ്കിലും ചൂഷണങ്ങളിൽ നിന്ന് വിദ്യാസമ്പന്നരോ വിദ്യാഭ്യാസമില്ലാത്തവരോ എന്ന വ്യത്യാസമില്ലാതെയാണ് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യമുള്ളവർ ആ നിലക്കും സാമ്പത്തിക ശേഷിയുള്ളവർ കൂടുതൽ വർധനവിന് വേണ്ടിയും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും വഴിവിട്ട മാർഗം ഉപയോഗപ്പെടുത്തി മാനഹാനിയും ജീവഹാനിയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മുടെ മലയാളക്കരയിൽ നമ്മുടെയൊക്കെ ജീവിത ചുറ്റുപാടുകളിൽ, പ്രദേശങ്ങളിൽ, നാടുകളിൽ, ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ, സൗഹൃദങ്ങളിൽ കൊല്ലപ്പെടുന്ന ഹസീനമാരും അതേപോലെ തന്നെ ഗഫൂറാജിമാരും ജിന്ന സേവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും കേരളക്കരയിൽ ഇസ്ലാമിക ഉമ്മത്തിൽ നിന്ന് അടിച്ചിറക്കലും കൊല്ലപ്പെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സാമാന്യമായി ഈ വിഷയകമായുള്ള ഒരു ധാരണ പ്രാമാണികമായി നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഏതെങ്കിലും വിവാദത്തിൻ്റെ പിന്നാലെ കൂടുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തർക്കത്തിൻ്റെ നൈരന്തര്യം ഉറപ്പുവരുത്തി മുന്നോട്ട് പോകലോ അല്ല. ഗുണകാംക്ഷ നിർഭരമായ അറിവും അവധാനതയും അവബോധവും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഈ സംസാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക സൃഷ്ടിയായ ജിന്നിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർക്കിടയിൽ ചൂഷണം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ആ സൃഷ്ടിയെ സംബന്ധിച്ച് നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്, ആ വിധത്തിൽ ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ബേജാറുകളും ചൂഷണങ്ങളും ഇല്ലാതെ നമുക്കങ്ങനെ ജിന്നുകൾക്ക് ജിന്നുകളുടെ സ്വത്തും മനുഷ്യർക്ക് മനുഷ്യരുടെ സ്വത്തും ഒക്കെ സംരക്ഷിച്ച്
ഏത് സമയത്താണോ ജാഗ്രത പാലിക്കേണ്ടത് എങ്കിൽ ആ ജാഗ്രത പാലിക്കലും ശരണം തേടലും ഒക്കെയായി മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആനിൽ ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 27-ാമത്തെ ആയത്തിലൂടെ പറയാണ്, വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബ്ലി മിൻ നാരിസ് സമൂം വൽ ജാന്ന ഖലഖനാഹു, ജിന്ന് വർഗത്തെ അവർക്ക് മുമ്പ് നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ മനുഷ്യർക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ അറിവാണ്. നമുക്ക് മുമ്പ് മനുഷ്യർക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ് ജിന്ന് വിഭാഗം. ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തിൽ നിന്നാണ്? മിന്നാരിസമും, കഠിന ചൂടുള്ള തീജ്വാലയിൽ നിന്നാണ് ജിന്ന് വർഗത്തെ, ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പൊ മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്, ജിന്ന് വർഗത്തെ സൃഷ്ടിച്ചത് തീജ്വാലയിൽ നിന്നാണ്. മിന്നാരിസമൂം എന്ന് പറയാണ്. ഇനി ജിന്നുവർഗമായിരുന്നാലും മനുഷ്യവർഗമായിരുന്നാലും രണ്ടും സൃഷ്ടികളാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത വിധത്തിലാണ് ജിന്നുവർഗം എന്ന് പറയുന്നത്. അതിലേക്ക് വരാം. ഏതായാലും രണ്ട് വർഗത്തിന്റെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ്? അതാണ് ആമുഖമായി ഓതിവെച്ച ആയത്ത്. 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വിഭാഗത്തിന്റെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞു തരികയാണ്. നമ്മളിങ്ങനെ ജിന്നുകളെ പറഞ്ഞ് ജിന്നിന്റെ ശരീരത്തിൽ കയറി കൂടിയിട്ടുണ്ട് അല്ലെ, എന്നിട്ട് നിങ്ങളുടെ സ്വർണവുമായി കാണാതായ വസ്തുക്കളുമായി വസ്തുവകകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ എനിക്ക് കഴിയും, ആ വിധത്തിൽ ആവാഹിച്ചെടുക്കുന്ന വലിയ സിദ്ധി എനിക്കുണ്ട്. ഇങ്ങനെയാണോ മനുഷ്യരും ജിന്നുകളും തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ അതിനു വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്ന് വർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്? മനുഷ്യരോട് അങ്ങനെ വല്ല ദൗത്യവും നിർവഹിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നല്ല ജിന്ന്, ചീത്ത ജിന്ന് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ദുരുപയോഗപ്പെടുത്തി ആളുകളെ ചൂഷണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതല്ല, രണ്ട് വിഭാഗത്തിനും അതിൻ്റെതായ ലക്ഷ്യം അള്ളാഹു നിർണയിച്ചു കൊടുത്തിട്ടുണ്ടോ? സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, മനുഷ്യരെയും ജിന്ന് വർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ജിന്ന് വർഗവും അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ഇബാദത്ത് നിർവഹിക്കാൻ അവരോട് അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ബോധനം നൽകിയിട്ടുണ്ട്. ആരാണ് ഈ ബോധനം നൽകൽ? പ്രവാചകന്മാരിലൂടെയാണ് ഇരു വിഭാഗത്തിനും ബോധനം ലഭിക്കപ്പെടുക എന്ന്. വിശുദ്ധ ഖുർആനിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം മനുഷ്യരിലേക്ക് മാത്രമല്ല ജിന്ന് വർഗങ്ങൾക്കും ബാധകമാണ് എന്നതിലേക്ക് വെളിച്ചം നൽകിയ സൂക്തങ്ങളും അധ്യായങ്ങളും ഉണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ 72-ാം അധ്യായം സൂറത്തുൽ ജിന്ന് എന്ന് പറയുന്ന അധ്യായത്തെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അതിൽ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ അള്ളാഹു നൽകുകയും ചെയ്തിട്ടുണ്ട്. 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 1-2 സൂക്തങ്ങളിൽ തന്നെ ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദി ഇല റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. ഖുൽ നബിയെ പറയുക, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ ശ്രദ്ധിക്കുകയാണ്, ശ്രവിക്കുകയാണ്, കേൾക്കുകയാണ്. ഇത് പ്രവാചകന്റെ അടുത്ത് ഈ വിഭാഗം വന്നിട്ടുണ്ട് എന്ന വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വതവേ സ്വാഭാവികമായി സാധാരണഗതിയിൽ മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ജിന്നുകൾ അഭൗതികമാണ്, മറഞ്ഞു നിൽക്കുന്നതാണ്, മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന് പോലും താൻ എടുക്കുന്ന ഖുർആൻ ക്ലാസിന്റെ പരിസരത്ത് നല്ല ജിന്നുകൾ വന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടല്ലേ മറ്റുള്ളവരുടെ അവസ്ഥ, ഞങ്ങളുടെ അടുത്ത് ജിന്നുകളുണ്ട്, ജിന്നുകളുടെ കഴിവ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അതിൻ്റെതായ സാഫല്യം നൽകാമെന്ന് ആരെങ്കിലും വാദിക്കുന്നു എങ്കിൽ അത് അസ്ഥാനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രമാണവും ഉണ്ടാകണം, അഖിലും ഉണ്ടാകണം, കോമൺ സെൻസും ഉണ്ടാകണം. എങ്കിലേ പുതിയ കാലത്ത് ശൈത്താനുമായി ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ നിർഭയത്വവും സ്വാസ്ഥ്യവും തൗഹീദും തവക്കുലും ഒക്കെ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
പ്രവാചകന്റെ സമീപത്ത് ജിന്ന് വിഭാഗം വന്നത്, ജിന്നവർഗം വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിലൂടെ അറിയിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഫഖാലു, അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതകരമായ ഖുർആൻ ഞങ്ങൾ ഇതാ കേട്ടിരിക്കുകയാണ്. യഹ്ദി ഇല റുഷ്ദി, ആ ഖുർആൻ സന്മാർഗത്തിലേക്കാണ് നയിക്കുന്നത്. ഫആമന്നാ ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുകയാണ്. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ആ റബ്ബിൽ ഞങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്ന ഏകനായ റബ്ബിൽ ഞങ്ങൾ ഒരിക്കലും പങ്കു ചേർക്കുകയില്ല എന്ന്. അപ്പോ ജിന്ന് വിഭാഗത്തിന് ഖുർആനിക ഉത്ബോധനമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ട്. 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 13-ാമത്തെ ആയത്തിൽ വഅന്നാ ലമ്മാ സമിഅനൽ ഹുദാ, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആനിലൂടെയുള്ള ഹുദ, സന്മാർഗം സ്വീകരിച്ചപ്പോൾ ആമന്നാ ബിഹി, ഞങ്ങൾ അത് വിശ്വസിച്ചു. ഫമൻ യുഅ്മിൻ ബിറബ്ബിഹി, ആരെങ്കിലും ആ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ റബ്ബിൽ വിശ്വസിക്കാതിരിക്കുന്നു, അങ്ങനെ ആരാണോ വിശ്വസിക്കുന്നത് എങ്കിൽ ഫലാ യഖാഫു ബഖ്സാ, അവൻ ഒരു നഷ്ടത്തെയും ഭയപ്പെടേണ്ടതില്ല. വലാ റഹഖ, അവൻ ഒരു അക്രമത്തിനും വിധേയമാകുകയില്ല, അക്രമിയാകുകയുമില്ല, അക്രമത്തിന് വിധേയമാകുകയുമില്ല. അതേപോലെ തന്നെ ബഖ്സ, ഒരു നഷ്ടവും ഉണ്ടാകുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ കേട്ട പ്രവാചകനിലൂടെ ആ ഉത്ബോധനം സ്വീകരിച്ച ജിന്ന് വർഗം പറയുകയാണ്. അപ്പൊ ഖുർആൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഖ്സ നഷ്ടം ഉണ്ടാകൂല എന്നാണ്. ഗഫൂറാജിക്ക് 596 പവൻ സ്വർണം നഷ്ടമുണ്ടായി. ആരുടെ പേര് പറഞ്ഞുകൊണ്ടാണ്? എങ്ങനെയാണ് അതിന് വിധേയപ്പെടേണ്ടി വന്നത്? വലാ റഹഖ, അക്രമം ഉണ്ടാകൂല എന്നാണ്. അപ്പൊ ഖുർആനിക പരിപ്രേക്ഷ്യത്തിൽ വിശുദ്ധ ഖുർആനിന്റെ സന്മാർഗത്തിൽ ജിന്ന് വർഗം നിലക്കൊണ്ടാലും മനുഷ്യവർഗം നിലക്കൊണ്ടു കഴിഞ്ഞാലും സമാധാനത്തോടെ തവക്കുലോടെ ആക്രമിക്കാതെ ആക്രമിക്കപ്പെടാതെ സന്മാർഗ സരണിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് രണ്ട് വർഗത്തിലേക്കുമുള്ള പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിലൂടെയും വിശുദ്ധ ഖുർആൻ എന്ന ഉത്ബോധനത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. എന്നിട്ട് ഈ സന്മാർഗം സ്വീകരിച്ചു, ഏകനായ റബ്ബിനെ മനസ്സിലാക്കി. ജിന്നുകളിലെ നല്ല വിഭാഗം എന്തു ചെയ്തു? അവരിലേക്ക് ദഅവത്തിന് വേണ്ടി പോയി. അവർ പറഞ്ഞു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയ തൗറാത്ത് എന്ന് പറയുന്ന വഹീ പോലെ, തൗറാത്ത് എന്ന് പറയുന്ന ദൈവിക ഗ്രന്ഥം പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സൂറത്തു അഹ്ഖാഫിലെ 29 മുതൽ 36 വരെയുള്ള ആയത്തുകളിൽ ഇസ്ലാം സ്വീകരിച്ച പ്രവാചകന്റെ ഖുർആനിക ബോധനം സ്വീകരിച്ച ജിന്ന് വർഗം അവരിലേക്ക് ദഅവത്ത് നടത്തിയതിനെ കുറിച്ച് പറയുക. അജീബു ഇലാ ദാഇ അല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവന് നിങ്ങൾ ഉത്തരം നൽകണം എന്നവർ അവരുടെ വിഭാഗത്തിന് ബോധന നൽകി എന്നാണ്. അപ്പൊ ആ ലോകത്ത് അങ്ങനെ അത് നടക്കുന്നുണ്ട് എന്ന് അതിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കടന്നാക്രമണം നടത്തി അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇല്ലാത്ത വായനകളും വ്യാഖ്യാനങ്ങളും കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നഷ്ടവും നിർഭയത്വവും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരവരുടെ ലോകത്ത് അത് ചെയ്യാൻ മാത്രവുമല്ല, ഇതൊക്കെ സ്വീകരിച്ച് നന്മ ആഗ്രഹിക്കുന്നവരും അള്ളാഹ്ക്ക് വിധേയപ്പെടുന്നവരും അതേപോലെ തന്നെ വിധേയപ്പെടാത്തവരും അവരിലുണ്ട് എന്നും അള്ളാഹ് അറിയിച്ചിട്ടുണ്ട്. 72-ാം അധ്യായം 46-ാം സൂക്തത്തിൽ വഇന്നാ മിന്നൽ മുസ്ലിമൂന, ജിന്നുകൾ പറയാ വഇന്നാ മിന്നൽ മുസ്ലിമൂന, ഞങ്ങളിൽ അള്ളാഹ്ക്ക് വിധേയപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിന് വിധേയപ്പെടുന്നവൻ എന്നാണ്. ഏതെങ്കിലും ഒരു പേര് സ്വീകരിച്ചതുകൊണ്ട് മുസ്ലിമായി എന്ന് ധരിച്ച് വശാകരുത്. അതിന്റെ ഒരു ഭാഗം, ഒരു സൈന് മാത്രമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വിധാനത്തിലേക്ക് ജീവിതം എത്തുമ്പോഴാണ് മുസ്ലിമായി എന്ന് എല്ലാ അർത്ഥത്തിലും പറയാനും പ്രഖ്യാപിക്കാനും സാധിക്കുക. ആ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനം സ്വീകരിച്ചവരിൽപ്പെട്ട ജിന്ന് വിഭാഗം പറയാൻ വഇന്നാ മിന്നൽ മുസ്ലിമൂന, ഞങ്ങളിൽ മുസ്ലിമീങ്ങളുമുണ്ട്, വമിന്നൽ ഖാസിതൂൻ, ഞങ്ങളിൽ അധർമ്മകാരികളുമുണ്ട്, അന്യായം പ്രവർത്തിക്കുന്നവരുമുണ്ട്. മനുഷ്യരിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞത്. മനുഷ്യരിലും പിശാചുക്കളുണ്ട്, ജിന്നുകളിലും പിശാചുക്കളുണ്ട് എന്ന്. മനുഷ്യരിലും സന്മാർഗം സ്വീകരിച്ചവരുണ്ട്, മാന്യമായി ജീവിച്ചു മുന്നോട്ട് പോകുന്നവരുണ്ട്, സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് അധർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ട്. അതേ അവസരത്തിൽ തിന്മകളുമായി, അന്യായങ്ങളുമായി, വഞ്ചനയുമായി, ഏഷണയുമായി, ഛിദ്രതയുമായി, പരദൂഷണവുമായി അങ്ങനെ നടന്നു നീങ്ങുന്ന ആളുകളുമുണ്ട്. അതേപോലെ തന്നെ ജിന്നുകളിലുമുണ്ട് എന്ന് പറയാൻ. ജിന്നുകളിലെ തിന്മ പ്രവർത്തിക്കുന്നവർക്കാണ് ശൈത്താൻ, ശയാത്തീൻ എന്നൊക്കെ പറയുക. ഇനി മനുഷ്യവർഗത്തിന്റെ ആജന്മ ശത്രുവായി രംഗത്ത് വന്ന
ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടും ജിന്ന് വർഗത്തോടും ഒക്കെ ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 40-ാം സൂക്തം. വൈദ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദു ലിആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ. മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് സാഷ്ടാംഗം നമിക്കാൻ പറഞ്ഞ സമയത്ത് ഫസജദു അവർ സാഷ്ടാംഗം നമിച്ചു. ഇല്ലാ ഇബ്ലീസ ഇബ്ലീസ് ഒഴികെ. കാന മിനൽ ജിന്നി ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. ഫഫസക അൻ അംരി റബ്ബിഹി അല്ലാഹുവിന്റെ കൽപ്പനയോട് അവൻ ധിക്കാരം പ്രവർത്തിച്ചു. അള്ളാന്റെ കൽപ്പനയോട് ധിക്കാരം പ്രവർത്തിച്ചു. ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് എന്ന് പറയാ. അവിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്ലീസിന് അങ്ങനെയുള്ള ജിന്നുകൾക്ക് സന്താനങ്ങളുമുണ്ട്. അഫതത്തഖിദൂനഹു നിങ്ങൾ സ്വീകരിക്കുകയാണോ, വദുരിയതോ അവന്റെ മക്കളെയും ഔലിയാ മിത്രങ്ങളായിട്ട് സഹായികളായിട്ട് മിൻ ദൂനി എനിക്ക് പുറമേ വഹും ലക്കും അദവ് ആ പിശാച് ഇബ്ലീസ് ശൈത്താൻ നിങ്ങൾക്ക് ശത്രുവാൻ ബിഇസലിൽ ളാലിമീന ബദല അക്രമികൾക്ക് സ്വീകരിക്കുവാൻ പകരം കിട്ടിയത് എത്ര മോശമാണ് എന്ന്. അവ ജിന്നുകളെ അവരിലെ ചീത്തവർഗമായ പിശാചിനെ അതിന്റെ ഹെഡായ ഇബ്ലീസിനെ അവന്റെ സന്താനങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണോ അള്ളാഹ്ക്ക് പുറമെ സഹായിയായിട്ട് എന്ന് ചോദിക്കാൻ. അവ ജിന്നുകളുടെ സഹായം കിട്ടുന്നുണ്ട്, ശൈത്താനെ സേവിക്കുന്നുണ്ട്. ശൈത്താന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഞാൻ ബറക്കത്ത് നൽകാം, അനുഗ്രഹം നൽകാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് അത് അധർമ്മത്തിന്റെ വഴിയാണ്, അത് ശിർക്കിന്റെ വഴിയാണ്, അത് പ്രമാണ വിരുദ്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. ഇനി ചില ആളുകൾ പറയും ഈ ജിന്ന് വർഗത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന്, അല്ലെ? അങ്ങനെ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. ഇന്ന ആളുകളൊക്കെ ചില യൂട്യൂബിലൊക്കെ ജിന്നുകൾ താമസിക്കുന്ന സ്ഥലങ്ങളെ അവരിൽ നിന്ന് ജിന്നുകളുടെ ഫോട്ടോ പിന്നെ പിടിക്കപ്പെട്ടത്, അതേപോലെ തന്നെ ഹൗലിൽ വെള്ളളകി കഴിഞ്ഞാൽ അവിടെ ജിന്നിന്റെ സാന്നിധ്യം ഉണ്ടായി. പള്ളിക്കാടുകളിൽ ഖബർസ്ഥാനിൽ ഞാൻ ഇന്നലെ ഒരു വെള്ള വസ്ത്രം ധരിച്ച, ആരാ പറഞ്ഞത് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ജിന്ന് നിൽക്കുക എന്ന്? ഇങ്ങനെ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ഓരോ മതവിഭാഗങ്ങളും അവരുടേതായ സാത്താനുമായി ജിന്നുമായി ശൈത്താനുമായി ബന്ധപ്പെട്ട പല രൂപങ്ങളും നമ്മുടെ മനസ്സുകളിലേക്ക് ഭാവനയായി നൽകിയിട്ടുണ്ട്. അതാണ് സാത്താനുകളുടെ ജിന്നുകളുടെ ലോകം. അതിന്റെ ഭാവനയുമുണ്ട്, അതിന്റെ യാഥാർത്ഥ്യവുമുണ്ട്. യാഥാർത്ഥ്യം പഠിപ്പിച്ചു നൽകാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഒരു ലാബിനും സാധ്യമല്ല, ഒരു സയൻസിനും സാധ്യമല്ല. കാരണം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള സയൻസ് കൊണ്ടോ സംവിധാനങ്ങൾ കൊണ്ടോ സാങ്കേതികൾ കൊണ്ടോ കണ്ടെത്താൻ സാധിക്കുന്ന വിഭാഗമല്ല, വർഗമല്ല ജിന്ന് വർഗം എന്ന് പറയുന്നത്. അത് വഹയിലൂടെ, ദൈവീക ബോധനത്തിലൂടെ, പ്രമാണങ്ങളിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക വചനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ് മനസ്സിലാക്കേണ്ടതും. ആ പഠിപ്പിക്കപ്പെട്ട പരിധിയിലാണ് വിശ്വാസി സമൂഹം നിലകൊള്ളേണ്ടതും. അതിലുപരിയായിക്കൊണ്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമ്മളെ കുഴിയിൽ ചാടിക്കും. അതിന്റെ ഉദാഹരണത്തിലേക്ക് പോകേണ്ടതില്ല. ഏതായിരുന്നാലും ഇങ്ങനെ കണ്ടു എന്ന് വാദിക്കുന്ന ആളുകൾ, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ, എന്റെ ശരീരത്തിൽ ആ ജിന്നിനെ ഞാൻ ആവാഹിച്ച് എൻ്റെ അടുത്ത് വന്നു. ചില പ്രഭാഷകന്മാർ പോലും പറയാ ജിന്നുകൾ ഇന്ന രൂപത്തിലൊക്കെ വരും, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന ജിന്നാണ് എനിക്ക് നിങ്ങൾക്ക് ഇത് നൽകാനുള്ള പെർമിഷൻ നൽകിയത് എന്ന് പറയാ. വീട്ടിലേക്ക് കള്ളം കയറാതിരിക്കാൻ വേണ്ടി അസ്ഹാബുൽ കഹ്ഫിന്റെ ആ കഥക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവരിൽ ഒരാളുടെ പേര് ഇന്നതാന്ന് പറഞ്ഞ് ആ പേര് എഴുതിയിട്ട് ലോക്കൽ എഴുതി വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ വാതിൽ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കള്ളൻ കയറുകയില്ല എന്ന് പറയാ. ആരാ ഇത് നൽകിയത്? ഇത് ഇന്ന ഷെയ്ഖാകുന്ന ജിന്ന് എന്നോട് പറഞ്ഞതാണ് എന്ന് അങ്ങനെ വന്ന് പറയാൻ സാധിക്കോ? പ്രവാചകന്റെ അരികിൽ പോലും വന്ന വിവരം അള്ളാഹ് അറിയിച്ചു കൊടുത്തതാ. എന്നിട്ട് പ്രവാചകനേക്കാളും വലിയ പ്രവാചകന്മാരായി തീരാൻ നോക്കുകയോ, പ്രവാചകനേക്കാളും വലിയ ഔലിയാക്കന്മാരായി തീരാൻ നോക്കുകയോ? 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 27-ാമത്തെ ആയത്ത് മനസ്സിൽ കുറിച്ചിടണം. ഏതെങ്കിലും വ്യാഖ്യാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ആരെങ്കിലും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അതേപോലെ തന്നെ കുടുംബത്തിലോ സമൂഹത്തിലോ ഈ വിഷയങ്ങളും ഈ വിഷയത്തിന്റെ ഭാഗമായി ചൂഷണത്തിൽ അടിപ്പെട്ട് കൊലപാതകങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ ചർച്ച വരുന്ന സമയത്ത് ഇണകൾക്കും മക്കൾക്കും മറ്റുള്ളവർക്കും സഹപ്രവർത്തകർക്കും കൂടെയുള്ളവർക്കും ഒക്കെ നിർഭയത്വം കൊടുക്കണം. അങ്ങനെ ഒരാൾക്കും പിന്നെ വരുതിയിൽ വരുത്താനും അതേപോലെ തന്നെ കാണാനും സാധ്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ 27-ാമത്തെ ആയത്തിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു യറാക്കും, തീർച്ചയായും പിശാചുക്കൾ, ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു, പിശാചും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിൻ ഹൈസു ലാ തറൗനഹു, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്ത വിധത്തിൽ.
അപ്പൊ പിശാചിന് ജിന്നുകൾക്ക് നമ്മെ കാണാൻ കഴിയും, പക്ഷേ നമുക്ക് അവരെ ഒരിക്കലും കാണുവാൻ സാധിക്കുകയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ എന്താ അതിന്റെ അർത്ഥം? ഈ ആയത്തിന് വിരുദ്ധമായ വർത്തമാനം വ്യാഖ്യാനം അവൻ പറഞ്ഞു എന്നാണ് അതിന്റെ അടിസ്ഥാനം. ഇനി അങ്ങനെ മുമ്പ് നടന്നിട്ടുണ്ടോ അതിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു ഖുതുബകൾ നമുക്ക് പറയാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടത്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടതൊക്കെ പൊതുവ്യാഖ്യാനം നൽകിക്കൊണ്ട് ആ വിധത്തിൽ ആളുകളെ വഞ്ചിക്കുന്ന, പറ്റിക്കുന്ന, അങ്ങനെ വ്യാഖ്യാന കസർത്ത് നടത്തുന്ന ആളുകളുമുണ്ട്. പക്ഷേ ജിന്നും മനുഷ്യരും തമ്മിലുള്ള പൊതു തത്വത്തിൽ അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത് നമ്മുടെ മനസ്സിൽ നമ്മൾ കൃത്യമായി ഉറപ്പോടെ എൻഷറായി കൺഫേമായി ഉറപ്പിച്ച് ബോധ്യപ്പെടേണ്ടത് ഒരിക്കലും മനുഷ്യവർഗത്തിന് ജിന്ന് വർഗത്തെ കാണാൻ സാധ്യമല്ല എന്ന് തന്നെയാണ്. അപ്പൊ ആരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ജിന്നുകൾക്ക് അദൃശ്യ കാര്യം അറിയാൻ കഴിയോ? ഗൈബ് അറിയാൻ കഴിയോ? അങ്ങനെയാണല്ലോ, ജിന്നുകൾ കൊണ്ടുവന്ന് തരുന്ന ഗൈബ് അദൃശ്യമായ കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു തരാൻ, ജിന്നിന്റെ കഴിവ് കൊണ്ട് ഇന്ന ജിന്നെ അറിയിച്ചതാണ് എന്ന് പറയാൻ, എന്നിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ വിശ്വസിക്കുകയാണ്. അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഗൈബ് അറിയും, ആ വഴി ജിന്നുകൾ വഴി എനിക്ക് ഗൈബ് അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27-ാം അധ്യായം സൂറത്തുൽ നഹ്ൽ 65-ാം സൂക്തത്തിൽ ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യസ്ഉറൂന അയ്യാന യുബ്അസൂൻ. ഖുൽ ലാ യഅലമു, പ്രവാചകരെ പറയുക, പ്രഖ്യാപിക്കുക, പഠിപ്പിക്കുക, ലാ യഅലമു അറിയുകയില്ല, മൻ ഫിസ് സമാവാതി വൽ അർദി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരൊന്നും, മലക്കുകളാകട്ടെ, മനുഷ്യരാകട്ടെ, ഔലിയാക്കളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ജിന്ന് വർഗമാകട്ടെ, ആരാകട്ടെ, ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ ഒരാൾക്കും, ഒരു സൃഷ്ടിക്കും, ഒരു ശക്തിക്കും ഗൈബ് അദൃശ്യ കാര്യം അറിയാൻ സാധ്യമല്ല. അതിന് അദൃശ്യമായ കാര്യങ്ങൾ പ്രവാചകന്മാർ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഅ്ജിസത്തിന്റെ ഭാഗമായി കൊണ്ടാണ്. മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന നേർക്ക് നേരെയുള്ള ഇടപെടലാണ്. അതല്ലാതെ നമ്മളിങ്ങനെ ജിന്നുകൾ ആഗ്രഹിക്കുന്ന സമയത്ത്, മലക്കുകൾ ആഗ്രഹിക്കുന്ന സമയത്ത്, മനുഷ്യർ ആഗ്രഹിക്കുന്ന സമയത്ത് അദൃശ്യമായ കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് പറയുന്നത് പ്രമാണ വിരുദ്ധമാണ്. വമാ യശ്അറൂന, ഈ പറയുന്ന സൃഷ്ടികൾക്ക് ആർക്കും തന്നെ അറിയുകയില്ല, അയ്യാന യുബ്അസൂൻ, അവർ എന്നാണ് പുനരുദ്ധാരണം നടത്തപ്പെടുക എന്നത് ഒരാൾക്കും അറിയാൻ സാധ്യമല്ല. മാത്രവുമല്ല, സൂറത്തു സബയില് ജിന്നാണല്ലോ വിഷയം. സൂറത്തു സബയിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മുഅ്ജിസത്തിന്റെ ഭാഗമായി പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ജിന്നു വർഗത്തെ വിധേയപ്പെടുത്തി കൊടുത്തു. മറ്റാർക്കും വിധേയപ്പെടുത്തപ്പെടാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനിലെ 38-ാം അധ്യായം സൂറത്തു സ്വാദില് അതിലെ 37-ാമത്തെ സൂക്തത്തിൽ ബന്നായിൻ, ഗവ്വാസിൻ, മുങ്ങൽ വിദഗ്ധര്, കെട്ടിടം നിർമ്മിക്കുന്നവര് ഒക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജിന്നു വർഗത്തെ വിധേയപ്പെടുത്തി അവരിലൂടെ ആ വർക്കൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു എന്ന് ഖുർആനിൽ കാണുവാൻ കഴിയും. അങ്ങനെയൊക്കെയാണെങ്കിലും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു. ആ മരിച്ചതൊരു വടിയിൽ കുത്തിപ്പിടിച്ചെന്ന് മരിച്ച സമയത്ത് സൂറത്തു സബയിലെ 14-ാമത്തെ ആയത്തിൽ ദാബത്തുൽ അർള് അഥവാ ചിതലുകൾ ആ വടി അങ്ങനെ തിന്ന് അവസാനം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീഴുകയാണ്. ആ വീണ സമയത്ത് പിന്നെ പണി ചെയ്തിരുന്ന, അധ്വാനം ചെയ്തിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുഅ്ജിസത്തിന്റെ ഭാഗമായി വിധേയപ്പെടുത്തി അധ്വാനം കൊടുത്തിരുന്ന ജിന്ന് വിഭാഗം പറയാൻ, നമ്മളെങ്ങാനും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ യജമാനൻ മരിച്ച വിവരം നേരത്തെ അറിഞ്ഞിരുന്നു എങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. ഖുർആൻ സൂറത്തു സബയിലെ 14-ാമത്തെ ആയത്തിൽ അത്ര പോലും അദൃശ്യമറിയാത്ത ജിന്നുകളെ ഏത് വിധത്തിലാണ് ഈ സിദ്ധന്മാരെ, ചൂഷകന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ അത് പറഞ്ഞു തരാം, ഇത് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് മനുഷ്യർക്ക് ജിന്നുമായുള്ള ബന്ധം എന്താണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വിധത്തിലാണ് ജിന്ന് വർഗത്തിന്റെ സൃഷ്ടിഘടന നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിന്റെ കൂടെ തന്നെ ഈ ജിന്നുകൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന വസ്വാസ്, ദുർബോധനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയണം. കാരണം ജിന്നുകളെ മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടല്, അതേപോലെ തന്നെ
അസുഖം വരത്തല്, വിഭ്രാന്തി ഉണ്ടാക്കല്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ജിന്നുകൾക്ക് മനുഷ്യരിൽ ഇടപെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വിഷയത്തിന് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സ് അങ്ങനെ പതറിപ്പോകുകയും അതേപോലെ തന്നെ വ്യാഖ്യാന ഇടക്ക് കിടന്നുകൊണ്ട് അലഞ്ഞു തിരിയുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഖുതുബയിൽ ഈ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമായി സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സവിശേഷമായ ഒരു സൃഷ്ടിയാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ സൃഷ്ടിക്ക് അവരുടെ കഴിവിന് പരിധിയും പരിമിതിയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. മനുഷ്യ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അദൃശ്യമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അങ്ങനെ മനുഷ്യർക്ക് ചൂഷണ വസ്തുവായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഘടനാ രീതിയൊന്നും ജീവിതക്രമമൊന്നും ജിന്നുകൾക്ക് നൽകിയിട്ടില്ല. അതേപോലെ തന്നെ ജിന്നുകളിലേക്ക് വിശുദ്ധ ഖുർആൻ അടക്കമുള്ള വഹീകൾ ഉണ്ട് എന്നും ജിന്നുകളിൽ നല്ലവരുണ്ട് എന്നും അതേപോലെ തന്നെ ചീത്ത വിഭാഗത്തിനാണ് ശയാത്തീൻ എന്നും പറയുക. അതേപോലെ തന്നെ മനുഷ്യരിലും ചീത്ത വർഗങ്ങളും അതേപോലെ തന്നെ നന്മ നിർവഹിക്കുന്ന ആളുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളെയും വിഷയങ്ങളെയും അതിന്റെ പ്രമാണ പ്രതലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാനും അതിശയോക്തികളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനും സന്മാർഗ സരണിയിൽ തൗഹീദി തവക്കുൽ ബോധത്തോടെ ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുവഹിദുകളിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വിശുദ്ധമായ ജീവിതത്തിന് നിരന്തരമായി നിലനിർത്തി തഖ്വക്ക് കൈമോശം വരാതെ മുന്നോട്ട് പോകുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക് ലോകം പ്രവേശിക്കാനിരിക്കുകയാണ്. 2024 നമ്മിൽ നിന്ന് വിട പറയുകയാണ്. കലണ്ടറുകൾ മാറുന്ന സമയത്ത് കാഴ്ചപ്പാടുകളാണ് രൂപപ്പെടേണ്ടത്. സമയമാണ് ജീവിതമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. 2024 ഡിസംബർ 31 വരെ പൂർണ്ണമായി ജീവിക്കാനുള്ള ആയുസ് ദൈർഘ്യം അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നാൽ ഈ ഒരു വർഷക്കാലയളവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ഐഹിക കയറ്റിറക്കങ്ങളെക്കുറിച്ച് ആലോചിക്കാനാണ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പടിവാതിൽക്കൽ വിശ്വാസി സമൂഹം ശ്രദ്ധ കൊടുക്കേണ്ടത്. അതുകൊണ്ട് പുതുവർഷം ആഘോഷത്തിനല്ല, ആലോചനക്ക് എന്നതായിരിക്കണം നമ്മുടെ പ്രമേയം എന്ന് പറയുന്നത്. മരിച്ചവർക്ക് നഷ്ടപ്പെട്ടതും ജീവിച്ചിരിക്കുന്നവർക്ക് അഥവാ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് സമയം എന്ന് പറയുന്നത്. ഓരോ സെക്കൻഡുകളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ 60 സെക്കൻഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 1 മിനിറ്റാണ് നഷ്ടപ്പെടുന്നത്. 60 മിനിറ്റ് വ്രത നഷ്ടപ്പെടുത്തിയാൽ 1 മണിക്കൂർ വെറുതെ അങ്ങ് നഷ്ടപ്പെടും. 24 മണിക്കൂർ കൂടിയതാണ് ഒരു ദിവസം. അപ്പോൾ ആഴ്ചയിൽ കുറേ മണിക്കൂറുകൾ അലസമാക്കി കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 ദിനങ്ങളാണ് നഷ്ടപ്പെടുക. 4 ആഴ്ച കൂടുന്നതാണ് ഒരു മാസം. അതേപോലെ തന്നെ 19 ആഴ്ചകൾ കൂടിയതാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തെ രഹസ്യ പരസ്യ രാപ്പകൽ ജീവിതം, അതേപോലെ തന്നെ തിരക്കും വിശ്രമവും, അതുപോലെ തന്നെ സമ്പന്നതയും ദാരിദ്ര്യവും, യാത്രകളും അതല്ലാത്ത സമയങ്ങളും, തിരക്കും ഒഴിവുകളും, ഇങ്ങനെ ജീവിത യാത്രകളിലെ വിവിധ മേഖലകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ എത്ര ആഴ്ചകൾ വെറുതെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിൽ വൽ അസ്ർ കാലം തന്നെയാണ് സത്യം, വല്ലുഹ പൂർവാഹ്ന സമയം തന്നെയാണ് സത്യം, വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം, വൽ ലൈൽ രാവ് തന്നെയാണ് സത്യം, വൻ നഹാർ പകൽ തന്നെയാണ് സത്യം. സമയത്തിന്റെ ഭിന്ന മുഖങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് അത്രമേൽ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഒരു വർഷത്തെ നമ്മൾ യാത്രയാക്കുമ്പോൾ ഈ 2024 നമ്മെ പഠിപ്പിച്ചത്
നമ്മെ അറിയിച്ചത്, നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഈ വർഷത്തിൽ നടന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ നമ്മൾ പഠിച്ച പാഠങ്ങൾ. ഇപ്പൊ ഇന്നലെയോ മിനിയാന്നോ റോഹിംഗ്യയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ ബുദ്ധ തീവ്രവാദികൾ അവിടെ മ്യാൻമാറിൽ നിന്ന് റോഹിംഗ്യൻ വംശജരായ മുസ്ലിമീങ്ങളെ തുരത്തി ഇന്ത്യയിലെത്തി അവർ ഡിറ്റൻഷൻ സെന്ററുകളിലാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഫീച്ചർ വായിച്ചപ്പോൾ 10 വർഷത്തിലധികമായി തടങ്കൽ പാളയത്തിൽ ഡിറ്റൻഷൻ സെന്ററിൽ കഴിയുന്ന ഒരു സഹോദരി, ഒരു ഉമ്മ പറയുക, എൻ്റെ മകൾക്ക് ഞാൻ ഇവിടെ വരുമ്പോൾ 2 വയസ്സ്, ഇപ്പൊ 10 വയസ്സ് കഴിഞ്ഞു. അവൾ വിചാരിക്കുന്നത് ഇതാണ് ലോകം എന്നാണ്, ഇതാണ് ജീവിതം എന്നാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഒരു ഡിറ്റൻഷൻ സെന്ററിൽ ജീവിക്കുക. നമ്മളും മക്കളൊക്കെ ജീവിതത്തെ ഈ ഒരു വർഷത്തിൽ ആസ്വാദ്യകരമാക്കി തീർത്തത് എങ്ങനെയൊക്കെയാണ് എന്ന് ഈ സമയത്ത് നമ്മുടെ മനോമുകുരത്തിലൂടെ കടന്നു വരണം. എന്തൊക്കെ ദുരന്തങ്ങൾക്കാണ് നമ്മൾ സാക്ഷികളായത്. വയനാട് മുണ്ടക്കൈ അതിജീവന പാതയിലാണ്. ആ പാവപ്പെട്ട മനുഷ്യര് ഞങ്ങൾക്ക് വേണ്ട ആനുകൂല്യം നൽകണേ എന്ന് പറഞ്ഞ് റാലി നടത്തേണ്ട, സ്ട്രൈക്ക് നടത്തേണ്ട ഗതികേടിൽ എത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമേൽ അപഹാസ്യമാണ് ഈ നാടിന്റെ അവസ്ഥയും ഭരണകർത്താക്കളുടെ പരിതസ്ഥിതിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പറയാതെ നിർവാഹമില്ല. ധർമ്മത്തിനും നീതിക്കും വേണ്ടി സംസാരിക്കുക എന്നത് തീർച്ചയായും നിർബന്ധ കാര്യമാണ്. അതേപോലെ തന്നെ ഗസയുടെ അവസ്ഥ, 1 വർഷത്തിലധികമായി ആ മനുഷ്യര് ഇന്നും പത്രം എടുക്കുമ്പോൾ, ഇന്നും വായിച്ചു നോക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. നമുക്കൊക്കെ അതൊരു സ്വാഭാവികമായി മാറി. അറബ് രാജ്യങ്ങൾ എത്ര തവണ ഈ മെമ്പറിൽ വെച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് കിട്ടിയ നിർവൃതിയിൽ സൗദി, അതല്ലാത്ത പ്രൊജക്റ്റുമായി അവരെ നിയോൺ പ്രൊജക്റ്റ്, അതല്ലാത്തത് അതേപോലെ സിറ്റികൾ, ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം. നമ്മൾ മലയാളി ഖത്തീബുമാരെ ഈ കേരളക്കരയിൽ മെമ്പറിൽ നിന്ന് പറയുന്ന പലസ്തീനുകൾക്കും പീഡിത സമൂഹത്തിനും വേണ്ട പ്രാർത്ഥനയുടെ 10-1 പോലും ഗൾഫ് രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റുകളിൽ നടക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മുടെ ചിന്തയിലേക്ക് വരണം. അവർ അനുഭവിച്ചുകൊണ്ട് സിറിയയിൽ ഭരണമാറ്റം ഉണ്ടായി, അതൊരു പ്രതീക്ഷയാണ്, അതൊരു ആശ്വാസമാണ്. ഏകാധിപതിയായ ബഷാറുൽ അസദിനെ ഓടിച്ചിരിക്കുകയാണ് ആ സമൂഹം. അങ്ങനെയാണ്, ഏകാധിപതികൾക്ക് സ്ഥിരതയുണ്ടാവുകയില്ല എന്നതിൻ്റെ ചരിത്രം സാക്ഷിയാണ്. അതുകൊണ്ട് ഗസയെ നമ്മുടെ പ്രാർത്ഥനയിലും നിലപാടുകളിലും എപ്പോഴും ഉണ്ടാകണം. 46,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതേപോലെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ, ആസാമിലെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് 29 ആളുകളെയാണ് കൊണ്ടുപോയത് ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെയുള്ള ഈ ഇന്ത്യ രാജ്യത്തുള്ള പൗരന്മാരെ 19 പുരുഷന്മാരെയും 9 സ്ത്രീകളെയും 28 ആളുകളെ ബസ്സിൽ കയറ്റി കൊണ്ടുപോയി. ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ? ഓരോ വിവാദങ്ങൾ കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതിനൊക്കെ പ്രയോറിറ്റിയും പ്രിഫറൻസും കൊടുക്കുന്നിടത്ത് ഈ ഇസ്ലാമിക ഉമ്മത്തിന് ഇനിയും പിഴച്ചുപോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നതിന്റെ തുടർ വിവാദങ്ങൾ വഖഫിന്റെയും മസ്ജിദിന്റെയും അതേപോലെ തന്നെ മസ്ജിദിന്റെ താഴത്ത് കുഴിച്ചു നോക്കലിന്റെയും അതല്ലാത്തതിന്റെയും ഒക്കെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് വന്നാലും ആശാവഹമല്ല. ഒരു പുതുവർഷം പ്രതീക്ഷയുടെ വർഷമായി തീരണം. പക്ഷേ സാക്ഷര സൗഹാർദ്ദ സാഹോദര്യം പൂത്തുലയുന്ന മലയാള മണ്ണ് പോലും ഉത്ബുദ്ധരായ രാഷ്ട്രീയ കക്ഷികളടക്കം നിമിഷം പ്രതി വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്തിന്റെ അസ്തിത്വം അരിക്കാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്തിലെ സംഘടനകളെ മാത്രം തിരഞ്ഞുപിടിച്ച് ഭീകരവാദികളും തീവ്രവാദികളുമാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ആലുവയിലെ മാർട്ടിൻ സ്ഫോടനം നടത്തി, ഭീകര സ്ഫോടനം നടത്തി 6, 7, 8 ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ആ ക്രൈസ്തവ സംഘടനകളിലെ ആ വിഭാഗത്തെ മാത്രം സെലക്ഷൻ നടത്തി അവർ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കാറുണ്ടോ? അതേപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിലെ സംഘടന ഒറ്റ തിരിച്ചുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞ പ്രസ്താവന തീവ്രതയാണ്, ഭീകരതയാണ് എന്ന് പറയാറുണ്ടോ? എന്നാൽ ഇസ്ലാമിക ഉമ്മത്തിലേക്ക് കടന്നു കയറി പറയാൻ പറ്റുന്ന വിധത്തിലേക്ക് എങ്ങനെയാണ് അവർക്ക് ധൈര്യം ലഭിക്കുന്നത്? എത്രമേൽ സെക്കുലറിസ്റ്റ് ബോധമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അവിടെയും ആശങ്കക്ക് വഴിയുണ്ട്. അഥവാ വരാനിരിക്കുന്ന വർഷങ്ങൾ നമ്മുടെ ഇസ്ലാമിക ഉമ്മത്ത്, ഇസ്ലാമികേതര ഉമ്മത്ത്, നമ്മുടെ സഹവർത്തന സാധ്യതകൾ, ഇതിലൊക്കെ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടവരും വിവേകം കാണിക്കേണ്ടവരും ഇസ്ലാമിക സമൂഹം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ തസ്കിയത്തിന്റെ മേഖലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ 2024 എത്രയോ മക്കൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അനാഥ കുട്ടികളായി മാറിയിട്ടുണ്ട്. എത്രയോ ഭാര്യമാര് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് വിധവകളായി തീർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എത്രയോ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഇരിക്കുന്നവരിൽ, ഈ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ പറഞ്ഞ പട്ടികയിൽ കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അവ ജീവിതത്തിന്റെ നശ്വരതയും നൈമിഷികതയും ബോധ്യപ്പെടുത്തുന്ന അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹാകുമുത്തകാസുർ,
എരുമ നടിക്കൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിടം സന്ദർശിക്കുന്നത് വരെ, മരിച്ചു പോകുന്നത് വരെ ഉള്ളൂ നിങ്ങളുടെ നാവിന്റെ കസർത്തും നിങ്ങളുടെ ആഢ്യത്വവും അഹങ്കാരവും. അതുകൊണ്ട് തിരുത്തണം നമ്മൾ. അതേപോലെ തന്നെ ആരാധനകളുടെ വിഷയത്തിലും ചിന്തിക്കണം. ഒരു വർഷത്തിൽ 365 ദിനങ്ങളിൽ ഓരോ ദിവസവും നിർബന്ധമായി നിസ്കരിക്കേണ്ട നിർബന്ധ നിസ്കാരം, സുബൈ ജമാഅത്ത് നിസ്കാരങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, എത്ര ജമാഅത്ത് കിട്ടിയില്ല എന്നത്. അതേപോലെ തന്നെ ഒരു വർഷത്തിനിടയ്ക്ക് 50ഓളം ആഴ്ചകൾ മിനിമം ഉണ്ടാകും. 50 വെള്ളിയാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പള്ളിയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ഖത്തീബ് മിമ്പറിൽ കയറിയത്. അതുകൊണ്ട് ഈ 2024 50 ജുമഅകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ മലക്കുകൾ രേഖപ്പെടുത്തുന്ന ജുമഅയുടെ ലെഡ്ജറിൽ അതിൻ്റെതായ ക്വാളിറ്റിയിൽ, കണ്ടീഷനിൽ എൻ്റെ ജുമഅ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കോ? അതല്ല, നമ്മൾ പങ്കെടുത്ത ജുമഅ ഇമാമ മിമ്പറിൽ കയറിയതിന് ശേഷമാണ് എങ്കിൽ മലക്കുകൾ ലെഡ്ജർ ക്ലോസ് ചെയ്തു വെക്കും. എന്നിട്ട് അവർ ഖുത്ബ ശ്രവിക്കുമെന്നാൽ ഈ പള്ളിയിൽ മലക്കുകൾ ഖുത്ബ ശ്രവിച്ചു കൊണ്ടിരിക്കുകയാൽ വൈകി വരുന്ന ആളുകൾ അവരുടെ ജുമഅ സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, വെറും ളുഹർ മാത്രമായി പരിമിതപ്പെടുമോ? അതല്ല, 50ഓളം 2024 ജുമഅകളിൽ എനിക്ക് 35 ജുമഅ കിട്ടിയിട്ടുണ്ട്, എനിക്ക് 54 ജുമഅ കിട്ടിയിട്ടുണ്ട്, 50 ജുമഅ കിട്ടിയിട്ടുണ്ട്. അതിൽ 10 ജുമഅ ഒട്ടകത്തെ അറുത്തു കൊടുത്ത ആ ഒരു ബലി കൊടുത്തതിന്റെ പ്രതിഫലത്തിന് തുല്യമായി ഞാൻ നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആടിനെ ബലി കഴിച്ചതിന്, അല്ലെങ്കിൽ ഒരു കോഴിമുട്ടയെങ്കിലും, അതല്ലെങ്കിൽ ആ ജുമഅ നഷ്ടപ്പെടാത്ത രൂപത്തിലെങ്കിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഖുർആനുമായുള്ള ബന്ധം, പിന്നെ നമ്മുടെ ബന്ധങ്ങൾ, മക്കൾ, ഇണകൾ, ഇതിലൊക്കെ നമ്മളൊരു പുനരാലോചന നടത്തി പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായി ഹാസിബു ഖബ്ല അൻ തുഹാസബു, വിചാരണയ്ക്ക് വിധേയമാകുന്നതിന് മുമ്പേ ഒരു ആത്മവിചാരണ നടത്തി ഐഹികവും പാരിത്രികവുമായ വിഷയത്തിൽ കൂടുതൽ ആസൂത്രണമുള്ള ഒരു വർഷമായിട്ട് വരാനിരിക്കുന്ന വർഷം മാറ്റണം. അതിനെ ഈ വർഷത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം പാഠമായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവും തിരിച്ചറിവും തിരുത്തുവാനുള്ള സന്മനസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ നാഥൻ പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ നീ കബൂൽ ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. അള്ളാഹുവെ, ഗസ്സയിലെ പോരാട്ടത്തെ നീ വിജയത്തിലേക്ക് എത്തിക്കണമേ നാഥ. ഇനിയും പ്രതിരോധത്തിന്റെ അനുരണനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രമേൽ സൈനിസത്തിന്റെ ഉന്മൂലനവും വംശീയ അധിനിവേശവും ഉണ്ടായിട്ടും അള്ളാഹുവെ, അവർക്ക് നീ സ്ഥൈര്യം നൽകണമേ, അന്തിമ വിജയം നൽകണമേ. ജന്മനാടിന്റെ പൂർണ്ണ സ്വരാജ് നീ സാധ്യമാക്കി കൊടുക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗികളായ ആളുകൾ, പ്രയാസപ്പെടുന്ന ശാരീരിക അവശതയുള്ളവർ, അവർക്കെല്ലാം നീ ശമനവും ആശ്വാസവും നൽകണമേ നാഥ. ചികിത്സകൾക്കിടക്ക് മരണപ്പെട്ട ആളുകൾ, അള്ളാഹുവെ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടത്തിലും അധ്വാനത്തിലും ഹലാലായ ഉപജീവന വിഷയത്തിലും നീ ബറക്കത്ത് നൽകണമേ നാഥ. അള്ളാഹുവെ, വരാനിരിക്കുന്ന വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ ഇസ്ലാമിക ഉമ്മത്തിന് നീ കൂടുതൽ അതിജീവന സാധ്യതയും കൂടുതൽ അനുഗ്രഹീതമായ അനുഭവങ്ങളും സമ്മാനിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ ഉൻസുർ ഇഖ്വാനനാ ഫി ഹാദിഹിൽ മിൻതഖത്തിൽ മദ്ലൂമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിക്കൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ.